സർവേകളും റിസർച്ചും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. സ്ത്രീകൾക്ക് ഒരു പങ്കാളിയുമായിട്ട് ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിലും കൂടുതൽ സുഖം അവർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. എല്ലാ സ്ത്രീകളും ചെയ്യുന്നതും എന്നാൽ ആരോടും തുറന്നു പറയാത്തൊരു കാര്യമാണ് ഇത്. എപ്പോഴും നിന്നില്ല, ചിലപ്പോൾ പുരുഷനെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും അവരുടെ പീരീഡ്സിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പീക്ക് സമയത്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും ലൈംഗികത്തിനെ കഴിഞ്ഞും കൂടുതൽ സുഖം അവർക്ക് സ്വയംഭോഗം ചെയ്യുമ്പോൾ കിട്ടുന്നത്? കൺട്രോള്, കംഫർട്ട്, അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ്. ഈ സർവേകളും സ്റ്റഡീസൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവർ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒന്നും കൂടുതൽ ഇതിനെക്കുറിച്ച് ഒരേ ടൈമിൽ ആസ്വദിക്കാൻ പറ്റുന്നവരാണല്ലേ. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി അവർക്ക് സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ പറ്റുന്നുണ്ട്. ഈ പാർട്ട്ണറുമായിട്ടുള്ള ലൈംഗികബന്ധത്തിൽ ശരിയായ തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയും സമയവും അതുപോലെ പാർട്ട്ണർ ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഇമോഷണൽ കംഫർട്ട് ഇല്ലാത്തതും ഒരു ഇഷ്യൂ തന്നെയാണ്. സ്വയംഭോഗത്തിലോ സ്വന്തം സ്പേസ്, സ്റ്റിമുലേഷന്, അതുപോലെ അവരുടെ പ്രഷർ എത്ര കൊടുക്കണോ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി അവർക്ക് തന്നെ പറ്റുന്നുണ്ട്. ക്രിസരിയിൽ കൊടുക്കുന്ന പലതരത്തിലുള്ള ചടങ്ങ് ഓരോ സ്ത്രീയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ സ്വയംഭോഗം ചെയ്യുമ്പോഴായിരിക്കും എങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എതിമുറിച്ച് കിട്ടുമെന്ന് അവർ മനസ്സിലാക്കും. ആ ഒരു ടെക്നിക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ പങ്കാളിക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു ക്രിസരി കൊടുക്കുന്ന ഉത്തേജനം ഒന്നും എഫക്റ്റ് ആവാതെ വരികയും, പക്ഷേ ഇവർക്ക് ഇവരുടെ ബോഡിയുടെ നന്നായി അറിയും, ഇവർക്കത് ചെയ്യാനും പറ്റുന്നതുകൊണ്ട് നല്ല രീതിയിൽ എതിമുറിച്ച് ആസ്വദിക്കാനും പറ്റും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇപ്പോൾ ശിശിര ഈ സ്വയംഭോഗം പ്രൊമോട്ട് ചെയ്യുകയാണോ? ഒരിക്കലും അല്ല. ഇത് നിങ്ങൾ അറിയണം. കാരണം നിങ്ങളെ കൂടെ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിലും കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട് അവർ സ്വയംഭോഗത്തിൽ. കാരണം എന്തുകൊണ്ടാണ്? കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ്. ഇങ്ങനെ ആ ഒരു സ്ത്രീ വളരെ കറക്റ്റായിട്ട് അവരുടെ ശരീരത്തെ അറിയാം, അങ്ങനെ സുഖം കിട്ടുന്നു അവർക്കറിയാം. എന്നാൽ അത് തുറന്നു പറയുമോ? ഇല്ല. ഇനിയിപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പങ്കാളി അങ്ങനെ ചെയ്തില്ലെങ്കിലോ അതൊരു വിഷയം. അപ്പോൾ ശരിക്കും ആ ഒരു ടെക്നിക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ ഇതേ രീതി മുറിച്ച് നിങ്ങളുടെ പങ്കാളിയുടെ കൂടെയുള്ള ലൈംഗികത്തിന് കിട്ടുന്നതായിരിക്കും. വേറൊരു കാര്യം ഓർക്കണം, പല സ്ത്രീകളും ഇങ്ങനെയായിരിക്കും അവർ സ്വയംഭോഗം ചെയ്യുന്നത്. പല സ്ത്രീകളും പലതരത്തിലാണ് എൻജോയ് ചെയ്യുന്നത്. അവരുടെ ഫാൻറ്റസീസ് വ്യത്യാസമായിരിക്കും. ചിലർക്ക് കൂടുതലായിട്ട് അവരുടെ മുലകളിൽ ചെയ്യുന്ന സമയത്തായിരിക്കും, ചിലർക്ക് ക്രിസരി ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പല ഫാൻറ്റസീസാണ് പല സ്ത്രീകൾക്ക്. അപ്പോൾ അത് അവരുടെ പോയിന്റ് എല്ലാ സ്ത്രീകളും വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ സുഖം എന്താണെന്നുള്ളതിന് അറിയേണ്ടത് തന്നെ. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? പൊതുവായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് എല്ലാവർക്കും സുഖം കിട്ടുന്ന ഒരു രീതി. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം വളരെ സ്ലോലിയേ തുടങ്ങത്തുള്ളൂ. സ്ത്രീക്കറിയാം അവരുടെ ശരീരം എങ്ങനെ ഉണർത്തണം എന്നുള്ളത്. ഒരിക്കലും അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അവർ വളരെ സ്ലോലി ആയിരിക്കും. എവിടെ ഉത്തേജനം കൊടുക്കുന്നെങ്കിലും വളരെ സ്ലോ ആയിട്ടായിരിക്കും അവർ ചെയ്ത് തുടങ്ങുക. കൂടാതെ ഇഷ്ടമുള്ള ഒരു പ്രഷർ, ആ ഒരു റിത അവർ കണ്ടെത്തുക. അവരുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിത അവർ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. പതിയെ സ്ത്രീ ശരീരം ഉണരത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ യോനിയിലാണെങ്കിലും ഫ്രിക്ഷൻ അവർക്ക് പറ്റത്തില്ല. അതിനായിട്ട് അവർ എന്തെങ്കിലും ലൂബോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വരുന്ന നനവ് അവർക്ക് അത്യാവശ്യമാണ്. വിരലുകൾ ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തലയണകൾ ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ ടോയ്കളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ കൂടുതൽ സ്ത്രീകളുടെ ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് സുഖം കിട്ടാൻ വേണ്ടി പ്രഷർ കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ആ ഒരു ഇത് നിങ്ങൾക്ക് ലിംഗത്തിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ എന്താകും? പിന്നീട് നിങ്ങൾ ഈ സ്വയംഭോഗത്തിൽ തന്നെ അതിലൂടെ എനിക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വിരലിടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ പ്രഷർ ഭയങ്കരമായിട്ട് കൊടുത്ത് ചെയ്യുന്നത് ക്രിസരി സ്ത്രീയൊക്കെ തോന്നുന്ന പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ വിരലിടുമ്പോൾ ഈ മുകളിലത്തെ ഈ ഭാഗം കൂടി ക്രിസരിയിൽ തട്ടുന്നതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇടുന്ന സമയത്ത് ഒരു പുരുഷന് ചിലപ്പോൾ ആ ഒരു തരത്തിലുള്ള പ്രഷർ തരാൻ വേണ്ടി നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കിട്ടാത്ത അവസ്ഥയും വരാം. കളിപ്പാട്ടങ്ങളാണെങ്കിലും അതുപോലെ തലണയാണെങ്കിലും ഭയങ്കരമായിട്ട് ഫ്രിക്ഷൻ കൊടുത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ശ്വാസം ഇങ്ങനെ പിടിച്ചു വെക്കാതെ വളരെ സ്ലോ ആയിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന സെൻസേഷൻ കൂടാനും കൂടുതൽ നന്നായിട്ട് അവർക്കത് എൻജോയ് ചെയ്യാനും പറ്റും. പലതരത്തിലുള്ള ഫാൻറ്റസീസും മ്യൂസിക്കും അതുപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള തോട്ട്സൊക്കെ ഇവർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇതിലേക്ക് ഉണർത്തും. എന്തായാലും വളരെ ശുചിത്വത്തോടെ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് ഇൻഫെക്ഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും വളരെ കെയർഫുള്ളായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അവൾക്ക് അവളെ അറിയാം, അവളുടെ ശരീരം അറിയാം.
എങ്കിൽ നിങ്ങൾ പാർട്ട്ണറോട് അത് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. അത് ചോദിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു കഴിവേണം, അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാനും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശക്തമായ രതിമൂർച്ച നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗൈസ്, നിങ്ങൾക്ക് വേണ്ട ഒരു പവർഫുൾ രതിമൂർച്ച, അത് പവർഫുൾ ക്യാപ്സൂളിൽ നിന്നാണെങ്കിൽ വേവേദിൻ്റെ എത്ര പേരാ നല്ല റിസൾട്ട് പറയാമെന്നറിയോ. ഇതിൻ്റെ ലിംഗത്തിൽ പറ്റുന്ന ഓയിലാണെങ്കിലും നന്നായിട്ട് അവർക്ക് സ്ട്രെങ്ത് കിട്ടാനും ഒക്കെ സഹായിച്ച പോലെ തന്നെ ഹെൽപ്ഫുള്ളാണ് ഈ വേവേദിൻ്റെ പവർ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. കാരണം ഈ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എന്തും നിങ്ങൾക്ക് ടൈം എടുക്കും, മനസ്സിലായില്ല. പെട്ടെന്ന് കിട്ടുന്നതിൻ്റെ പുറകെ ഓരോന്നിൻ്റെയൊക്കെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിംഗം പൊങ്ങാത്ത അവസ്ഥയും വരും. ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും വെൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനമാണ്. ഇത് നിങ്ങളുടെ വെൽനെസ് കാറ്റഗറി പെടുന്ന നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൂട്ടാനും ടെസ്റ്റോസ്റ്ററോണൊക്കെ കൂട്ടാനും സ്റ്റാമിനയും സ്ട്രെങ്തൊക്കെ കൂട്ടാനും നല്ല രീതിയിൽ ഉദാഹരണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നവയാണ്. ഉറപ്പായിട്ടും ബി പി ഒക്കെ ഉള്ളവരൊന്നും ഒരു ഡോക്ടർ അങ്ങനത്തെ ഗുളികയൊക്കെ കഴിക്കുന്നവർ, ബി പി ആയിട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ കഴിക്കുന്നവർ ഉറപ്പായിട്ട് ഡോക്ടറോട് ചോദിച്ചു. കാരണം എന്താ, ബ്ലഡ് ഫ്ലോ കൂട്ടുകയാണ് ചെയ്തത് ലിംഗത്തിലേക്ക് കേട്ടോ. അതുപോലെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് വൈവേദൻ്റെ പവർ ക്യാപ്സൂൾ. അപ്പം നിങ്ങൾക്കും നല്ല ശക്തമായ രീതി കുറച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. സ്റ്റാമിന, പീക്ക് പെർഫോമൻസ്, പവർ വൈവേദ്യൻ്റെ. ശിലാജിത്ത്, അശ്വഗന്ധ, സേഫ് മുസ്ലി, കോംബീച്ച്, ഗോക്ഷുക, ഇതൊക്കെ ഇതിനകത്തുണ്ട്. മെറ്റബോളിസം കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഞാൻ പറഞ്ഞില്ലേ വെൽനസ് പ്രോഡക്റ്റ് ആണ്. ഇത് ആരൊക്കെ കഴിക്കേണ്ടത്? ലോ സ്റ്റാമിന ഉള്ളവർക്ക്, ക്ഷീണമാണ്, ഇപ്പോൾ എങ്ങനെയും ബന്ധപ്പെടാൻ താല്പര്യമില്ല, എങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കാം. അതുപോലെ പങ്കാളിക്ക് മുന്നേ പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. അതേപോലെ പുരുഷ ഹോർമോൺ ഭയങ്കര ലോ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കഴിക്കാം. മസിൽ സ്ട്രെങ്ത് എല്ലാം ഭയങ്കര കുറഞ്ഞവർക്കും ഇത് കഴിക്കാം. അംഗഭസ്മമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇത് ക്ലിനിക്കലി പ്രൂവൺ ആണ്, 100% നാച്ചുറലാണ്, സേഫ് എഫക്റ്റീവുമാണ്. വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം, അതിലൂടെ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഒരു പെണ്ണുങ്ങളും പറയാത്തൊരു കാര്യം എന്താണ്, അവർക്ക് അവരുടെ സുഖം നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാം, നല്ല രീതിയിൽ അവർ മുറിച്ച് ആസ്വദിക്കുന്നവരുമാണ്. അപ്പം അത് ചോദിച്ച് മനസ്സിലാക്കി പറയാൻ മടിയുള്ളവരാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കും. അപ്പം അത് മിണ്ടാണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ലൈംഗികബന്ധം കണക്കായി. നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ച് അവരോട് എൻ്റെ ഇഷ്ടം ഇതാണ്, എൻ്റെ സുഖം ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ തിരിച്ചു പുരുഷനാണെങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇങ്ങനെയൊക്കെ ആക്കുന്നതാണ് ഇഷ്ടം എന്ന് തുറന്ന് അവരോടും പറയണം. വിച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിക്കോളും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് ബൈ.